ലൈംഗികാരോപണ പരാതിയിൽ മുകേഷ് എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ടെന്ന നിലപാടിലാണ് CPIM. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്ന പീഡന പരാതികൾ മുൻനിർത്തി മുകേഷിന് പ്രതിരോധം തീർക്കാനാണ് പാർട്ടിയുടെ നീക്കം. വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്തും ദിലീപ് ദേവസിയും ചേരുന്നുണ്ട്. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളും പരാതിയും ഒക്കെ ഒരു രാഷ്ട്രീയ നാടകമാണെന്നാണ് മുകേഷ് പറയുന്നത്. ഒരു ചെങ്കൊടി ചിത്രവും പോസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ ചെങ്കൊടി ചിത്രം, ആ ഫോട്ടോ പിൻവലിക്കേണ്ടി വന്നു. എന്തായാലും CPM മുകേഷിനെ മാറ്റുകയില്ല അല്ലേ? റോഷ്നി, കൊല്ലം MLA ആയ M. മുകേഷിനെതിരെ 3 ലൈംഗിക പീഡന പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം പരാതി ഉന്നയിച്ചത് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസി ജോസഫാണ്. അതിനുശേഷമാണ് മീനു മുനീർ എന്ന നടിയും ആരോപണം ഉന്നയിച്ചത്. ഈ രണ്ടാമത്തെ ആരോപണത്തിന് മറുപടിയുമായാണ് ഇന്ന് മുകേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിന് വഴങ്ങാത്തത് കൊണ്ടാണ് താൻ ഇത്തരം ഒരു ആരോപണം നേരിടുന്നത് എന്നാണ് മുകേഷിൻ്റെ വിശദീകരണം. അത് അദ്ദേഹത്തെ സ്വയം കുഴപ്പത്തിലാക്കുന്ന ചില വിശദീകരണമാണ് അതിനകത്തുള്ളത്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും M. മുകേഷിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് CPIM ഉള്ളത്. ഇന്ന് ചേർന്ന കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും സംസ്ഥാന നേതൃത്വം ഇതുവരെയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ ജനപ്രതിനിധികൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നാൽ അവരാരും രാജിവെച്ച ചരിത്രമില്ലല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPIMൻ്റെ സംസ്ഥാന നേതൃത്വം ഗണേഷിൻ്റെ രാജി ആവശ്യത്തെ പ്രതിരോധിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് MLA-മാരായ M. വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും സമാനമായ ആരോപണങ്ങൾ നേരിട്ട് കേസെടുക്കപ്പെട്ടപ്പോഴും ജയിലിലടയ്ക്കപ്പെട്ടപ്പോഴും ഒന്നും അവരാരും ഈ രാജിവെച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് M. മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്നതെന്ന മറു ചോദ്യമാണ് CPIM നേതൃത്വം ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഈ ഒരു തന്ത്രം കൊണ്ട്, ഈ പ്രതിരോധം കൊണ്ട് മാത്രം മുകേഷിൻ്റെ രാജിയെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ഇതിനകം തന്നെ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ അടക്കമുള്ള നേതാക്കൾ മുകേഷിൻ്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. മുന്നണിയിലും ഒരു രാഷ്ട്രീയ തർക്ക വിഷയമായി വളരാനുള്ള സാധ്യതയാണ് ഈ മുകേഷിനെ സംരക്ഷിക്കുന്നതിലൂടെ CPIM ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ദിലീപ് ദേവസ്യ കൂടി ചേരുന്നുണ്ട്. ദിലീപ്, പ്രതിപക്ഷം തന്നെ ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സമരമുഖത്തുണ്ട്. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ ഉണ്ടായ വിമർശനം എന്തായിരുന്നു? റോഷ്നി, ഇത്രയും ആരോപണങ്ങളും വിവാദങ്ങളും വന്നിട്ടും സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന നേതൃത്വം മുകേഷിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷ് MLA-ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് വനിതാ അംഗങ്ങളായ മേഴ്സിക്കുട്ടിയമ്മ, സുസൻ കോടിക്ക് എന്നിവരടങ്ങുന്ന വനിതാ സെക്രട്ടേറിയറ്റിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുകേഷിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മുകേഷിനെതിരെയുള്ള പരാതികൾ വരുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നാണ്. പിന്നെ കൂടാതെ ഈ ഒരു കമ്മിറ്റിയെ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് സ്വാഗതം ചെയ്യുന്നു എന്നും ഇതിൽ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിരുന്നു. ഇതിനെല്ലാം തുടർന്ന് പിന്നെ ഒരു വൈകുന്നേരമായപ്പോൾ മുകേഷിൻ്റെ ഒരു വിശദീകരണ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. മുകേഷ് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ളതാണ്. സത്യം പുറത്തു വരണം, നിയമപരമായി നേരിടുമെന്നുള്ള ഒരു പോസ്റ്റ് മുകേഷ് ഇട്ടിരുന്നു. ആ സമയത്ത് അപ്പോൾ മുകേഷിൻ്റെ കയ്യിൽ ഒരു ചെങ്കൊടി പാറിക്കുന്ന ഫോട്ടോ വെച്ചുള്ള ഒരു പോസ്റ്റായിരുന്നു. കടലിൽ ബോട്ടിലിരുന്നു കൊണ്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു വെച്ചിരുന്നത്. പിന്നീട് ഈ വിമർശനങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഉയർന്നതിന് പിന്നീട് തന്നെ മുകേഷ് ആ ഫോട്ടോ മാറ്റി താൻ ഏകനായി നിൽക്കുന്ന, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇട്ടത്. ഇതിനടക്കം ഉള്ളത്, അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുകേഷിന് പാർട്ടിയിൽ നിന്ന് ഒരുപക്ഷെ പിന്തുണകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം ജില്ലയായ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ മുകേഷിനെതിരെ വലിയ രൂക്ഷ വിമർശനമാണ് പല ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ ഇന്നലെ മുതൽ തന്നെ, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് മുതൽ തന്നെ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയത്തടക്കം ഇന്നലെയും ഇന്നും മുകേഷിനെ കാണാൻ പോലും ജില്ലയിൽ സാധിച്ചിട്ടില്ല. ഷൂട്ടിങ്ങിൻ്റെ തിരക്കായി പുറത്താണെന്നാണ് അദ്ദേഹത്തുമായി അടുത്ത വൃന്ദങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മുകേഷിനെതിരെയുള്ള സമരങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുമ്പോഴും പാർട്ടിയിൽ നിന്ന് തന്നെ മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നു. പലരും നേരത്തെ തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മുകേഷിനെ പ്രഖ്യാപിച്ചപ്പോൾ മുതിർന്ന CPM നേതാവായ PK ഗുരുദാസനടക്കം പറഞ്ഞു, ഈ സ്ഥാനാർത്ഥിയെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യങ്ങളടക്കം ഇത് പാർട്ടിക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ അന്നേ ഉയർന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ സമയത്ത് 3 പരാതികളാണ്, അതായത് ലൈംഗിക പീഡന പരാതികളടക്കം 3 എണ്ണം ആണ് ഇപ്പോൾ ഈ ഒരു ഭരണപക്ഷ MLA-ക്ക് വന്നിരിക്കുന്നത്. ഇവരെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ ധനമന്ത്രി KN ബാലഗോപാലും പിന്നീട് ജില്ലാ സെക്രട്ടറി സുദേവനടക്കം വന്ന് പറഞ്ഞപ്പോഴും മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ രൂക്ഷ വിമർശനം മുകേഷിനെതിരെ ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും നാളെ അടക്കം വലിയ പ്രതിഷേധ പരിപാടികൾ പ്രതിപക്ഷ പാർട്ടികൾ മുകേഷിൻ്റെ ഓഫീസിലേക്ക് നടത്തും.
നടത്തുന്നുണ്ട് റോഷ്നി?